ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് ഔദ്യോഗിക യോഗം ചേരുന്നത്. 3 സേനാ മേധാവിമാരും പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ബുധനാഴ്ച 1:30 കൂടിയാണ് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഇന്ത്യ പാകിസ്ഥാനിലെ 9 ഭീകരാക്രമണങ്ങൾ തകർക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങോട്ടുണ്ടായ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും എല്ലാം. നമുക്കറിയാം 87-ലധികം മണിക്കൂറുകൾ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ നമ്മുടെ ഇന്ത്യൻ അതിർത്തി സംസ്ഥാനങ്ങളിലെല്ലാം ഉണ്ടായത്. ഈ സാഹചര്യത്തിന് ശേഷമാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ പോകുന്നത്. ഈ വെടിനിർത്തൽ കരാറിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്നലെ 5:30 കൂടി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ട്വീറ്റാണ് ആദ്യം വരുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളത്. അതിൽ അമേരിക്കയ്ക്ക് എന്ത് താല്പര്യമാണുള്ളത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയവും എല്ലാം ഉണ്ട്. പക്ഷേ അതിനെല്ലാം തന്നെ ഇന്നലെ ഇന്ത്യ കൃത്യമായ ഒരു മറുപടി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിരോധ മന്ത്രാലയം തന്നെയാണ് അത് അറിയിച്ചത്. ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാൻ അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടത്തിയ ചർച്ചയുടെ ഭാഗമായിട്ടാണ്. അതായത് സൈനിക തലത്തിൽ നടത്തിയ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ അത്തരത്തിലേക്കൊരു നടപടിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. കാരണം ഇന്ത്യ ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഭീകരർക്കെതിരെയുള്ള പോരാട്ടമാണ്. അതിൽ ഇന്ത്യ ഒരു സന്ദേശം രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒരു സന്ദേശം നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നത്. ഇപ്പോൾ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ട്വീറ്റുമായി വന്നിരിക്കുകയാണ്. കശ്മീർ വിഷയത്തിൽ വേണമെങ്കിൽ ഇടപെടാമെന്നുള്ളത്. നമുക്കറിയാം കശ്മീർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു അവിഭാജ്യ ഘടകമാണ്. ഇതുവരെ കശ്മീർ പ്രശ്നം ഉണ്ടായപ്പോൾ ഒരു ഭരണ നേതൃത്വവും അതിലൊരു മൂന്നാം കക്ഷിയെ ഇടപെടിയിച്ചിട്ടില്ല. എല്ലാ ഭരണ നേതൃത്വവും പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കശ്മീർ ഒരു അഭിമാന പ്രശ്നമാണ്. അതിൽ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിലും എല്ലാ സമിതികളിലും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യ പാക് വിഷയത്തിൽ കശ്മീർ വിഷയം വരുമ്പോൾ അതിൽ മൂന്നാമതൊരു കക്ഷിയുടേതോ അല്ലെങ്കിൽ ഒരു ഇടനിലക്കാരനെയോ ഇന്നേ വരെ രാജ്യം ഒരു ചർച്ചയിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ചരിത്രമില്ല, ഇനി അങ്ങോട്ടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ സർക്കാരും പ്രതിരോധ മന്ത്രാലയം ഒക്കെ വ്യക്തമാക്കിയതാണ്. അപ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഈ വിഷയത്തിൽ ഇടപെടാമെന്നുള്ളത്. ഈ ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം എന്ന് പറയുന്നത് പതിറ്റാണ്ടുകളായിട്ടുള്ളൊരു വിഷയമാണ്, അതിൽ ഇടപെടില്ല എന്നുള്ളതാണ്. ആദ്യ ടൈമിൽ പ്രസിഡന്റ് ആയപ്പോഴും ഇരു രാജ്യങ്ങളും ആവശ്യപ്പെടുകയാണെങ്കിൽ ഈ വിഷയത്തിൽ ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ത്യ പതിവ് പോലെ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ തന്നെ കശ്മീർ വിഷയത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട്. കാരണം ഒരു അഭിമാന പ്രശ്നമായതുകൊണ്ട് തന്നെ ഒരു ഇടനിലക്കാരെ ഇന്ത്യ ഈ വിഷയത്തിൽ ഇന്നേ വരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ഈ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന് പറഞ്ഞത്. കാരണം ആഗോളതലത്തിൽ അതിൽ അമേരിക്കയ്ക്ക് പിന്നിലുള്ള ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അമേരിക്ക അതിനു മുന്നിൽ എന്ത് കാണുന്നു എന്നുള്ളതൊക്കെ സ്വപ്ന സൂചിപ്പിച്ച പോലെ തന്നെ അതിൽ ഒരു വിശദമായ ഒരു വ്യക്തമായ മറുപടി ഉണ്ടാകേണ്ടതുണ്ട്. അതായത് ഇന്ത്യ അമേരിക്കയ്ക്ക് കീഴടങ്ങിയോ അല്ലെങ്കിൽ അമേരിക്കയുടെ ഇത്തരം കൂടെ ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇടപെടുന്നു അല്ലെങ്കിൽ ആ പ്രശ്നം ലഘൂകരിക്കാൻ അമേരിക്കയുടെ ഒരു ശക്തമായ ഇടപെടലുണ്ടായി. ഇക്കാര്യത്തിലൊക്കെ ഒരു കൃത്യമായ മറുപടി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇന്നലെ തന്നെ ഇന്ത്യ ഇതിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചയിലൂടെ മാത്രമാണ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയി എന്നുള്ളത്. അമ്പിളി, ഈ വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു ഒക്കെ പറയുമ്പോഴും നമ്മൾ ആദ്യം തുടർന്നു കൊണ്ടുവന്നിരുന്ന, അതായത് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ചില നയങ്ങളുണ്ട്. പാകിസ്ഥാനെ വരുതിക്ക് നിർത്താൻ അത്തരം ചില നയങ്ങൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജലനയമടക്കമുള്ള കാര്യങ്ങളിൽ ചില ഒരു യുദ്ധതന്ത്രം പോലെ നമ്മൾ പ്രയോഗിച്ച കാര്യങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോഴും തടയും. കർത്താർപൂർ ഇടനാഴി, വ്യാപാര ഇടനാഴി തുറന്നു കൊടുക്കില്ല എന്നതടക്കം, അല്ലെങ്കിൽ നമ്മുടെ ജലം വിട്ടുകൊടുക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും ഒരു ധാരണ, അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടക്കില്ല. പകരമായി ഭീകരരെ, ഏത് ഭീകരാണോ നമ്മുടെ ഇവിടെ ആക്രമണം നടത്തിയത് അവരെ കൃത്യമായി നിയമത്തിന് മുന്നിൽ ഇന്ത്യക്ക് കൈമാറണം എന്നതടക്കമുള്ള ഉടമ്പടികളടക്കം അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ കാര്യങ്ങൾ ഏത് തരത്തിൽ നീങ്ങും? സ്വപ്ന പറഞ്ഞ പോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ആദ്യം ഒരു തിരിച്ചടി നൽകുന്നതിന് മുമ്പ് ഇന്ത്യ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിലാണ് നടപടികൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശക്തമായ നടപടികളായിരുന്നു. അത് വിദേശകാര്യ മന്ത്രാലയം അതിൻ്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി പോരുന്നു. കാരണം ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല. അതുകൊണ്ട് ആഗോള തലത്തിൽ പാകിസ്ഥാൻ ഭീകരതയ്ക്ക് കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്കുള്ളൊരു രാജ്യമാണ് പാകിസ്ഥാൻ. അവർ എല്ലാ കാലവും അത്തരത്തിലുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അത് തെളിവ് സഹിതം സംഭവ വികാസങ്ങളടക്കം
UN രക്ഷാസമിതിയിലും അതുപോലെ തന്നെ ആഗോള രാഷ്ട്രങ്ങളോടെല്ലാം തന്നെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എല്ലാം ആശയവിനിമയം നടത്തിയപ്പോൾ കൃത്യമായി വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെ ആഗോള തലത്തിൽ പാകിസ്ഥാനെ എല്ലാ അർത്ഥത്തിലും ഒറ്റപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇന്ത്യ നയതന്ത്ര തലത്തിൽ നിലപാട് ഘടിപ്പിച്ചത്. അതായത് സിന്ധു നദീജല പദ്ധതിയിൽ ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചു. അത് തുടരാൻ തന്നെയാണ് തീരുമാനം. ഇപ്പോൾ കർത്താർപൂർ ഇടനാഴിയും തുറക്കില്ല എന്ന നിലപാടിലേക്ക് വരികയാണ്. ഈ ആക്രമണം നടന്ന ഏപ്രിൽ 23-നാണ് സിന്ധു നദീജല പദ്ധതിയുമായി ഇന്ത്യ നിലപാട് ഘടിപ്പിക്കുന്നത്. പിന്നീട് പാകിസ്ഥാൻ IMFിലേക്ക് പോകുന്നു. അവിടെ നിന്നൊന്നും പാകിസ്ഥാന് ഒരു പൂർണ്ണ സഹകരണം ലഭിക്കുന്നില്ല. അത്തരത്തിൽ നിലപാട് ഘടിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ അണക്കെട്ടുകളിലെ ജലം ഒഴുക്കിവിട്ട് പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നു. കാരണം ഒരു യുദ്ധസമാനമായ സാഹചര്യങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നില്ല. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ച് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കാനെല്ലാം ഇന്ത്യ മുൻകൈ എടുക്കുമ്പോൾ നയതന്ത്ര തലത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്നിട്ടുള്ള അറിയിപ്പ് ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയുമില്ല. പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ എന്തെല്ലാം നിലപാടുകൾ ഘടിപ്പിക്കുമോ അത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികളും നിലവിൽ വിലയിരുത്തി പോരുന്നുണ്ട്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള സ്ഥിരീകരണം.